കാക്കനാട് തൃക്കാക്കരയിൽ യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമാണെന്നാണ് പോലീസിന്റെ നിഗമനം. തമിഴ്നാട് സ്വദേശിനി ജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു. ബുധനാഴ്ച വൈകിട്ടോടെ കുട്ടികൾ കളിക്കുന്നതിനിടെയായിരുന്നു തൃക്കാക്കര റിക്കാവലിയിൽ അന്യസംസ്ഥാന തൊഴിലാളിയായ യുവതിയെ കുറ്റിക്കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ദുരൂഹ സാഹചര്യത്തിൽ കണ്ട മൃതദേഹം തമിഴ്നാട് തിരുവണ്ണാമലൈ ജില്ലക്കാരിയായ ജയലക്ഷ്മിയുടേതാണ് എന്ന് തിരിച്ചറിഞ്ഞത്. മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തലയ്ക്ക് പിറകിലേറ്റ ക്ഷതവും കഴുത്തിലെ ആഴത്തിലുള്ള മുറിവുമാണ് മരണത്തിനിടയാക്കിയതെന്ന് പോലീസ് വ്യക്തമാക്കി. ഫോറൻസിക് വിദഗ്ധരെത്തി മൃതദേഹം പരിശോധിച്ചു. പ്രദേശത്ത് പിടിവലി നടന്നതിന്റെ തെളിവുകളും സംഘം ശേഖരിച്ചു. യുവതിയുടെ കൂടെ താമസിച്ചിരുന്ന തമിഴ്നാട്ടുകാരനായ വ്യക്തിയാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ ബിജോ അലക്സാണ്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 5.5 കിലോ കഞ്ചാവുമായി 3 അംഗ സംഘം എടപ്പാളിൽ പിടിയിലായി. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലെ കഞ്ചാവ് എത്തിച്ച് ഇടനിലക്കാർക്ക് വിൽക്കുന്ന സംഘത്തിലെ കണ്ണികളാണ് പിടിയിലായതെന്ന് പോലീസ് പറയുന്നു. തമിഴ്നാട്ടിൽ കൃഷി ചെയ്യുന്ന കഞ്ചാവിന് ബാങ്ക് അക്കൗണ്ട് വഴി പണം നൽകിയാൽ ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു നൽകും. 2.5 കിലോ വീതം തൂക്കമുള്ള പാക്കറ്റുകൾക്ക് 12,000 രൂപയാണ് വില. ഇത് കേരളത്തിലെ ഇടനിലക്കാർക്ക് 16,000 രൂപയ്ക്ക് കൈമാറും. ഇടനിലക്കാർ ചെറുസംഘങ്ങൾക്ക് 35,000 മുതൽ 40,000 രൂപ വരെ ഈടാക്കി കഞ്ചാവ് കൈമാറും. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഞ്ചാവ് സംഘത്തെ പോലീസ് വലയിലാക്കിയത്. എടപ്പാൾ ഭാഗത്ത് വെച്ച് എടപ്പാൾ ഹൈവേയിൽ വെച്ചിട്ട് ഞങ്ങൾ സ്ഥലമെല്ലാം ഫിക്സ് ചെയ്തു. അപ്പോൾ അതും പ്രകാരം ഇവരുടെ ഓട്ടോറിക്ഷയിൽ വരും സാധനമായിട്ടെന്ന് പറഞ്ഞിരുന്നു. ഈ പയ്യൻ ഞങ്ങളും അവിടെ ഒരു കാറിൽ വെയിറ്റ് ചെയ്തു. ഇവർ ഈ ഓട്ടോറിക്ഷയിൽ ഈ കാരിയർ 2 പേർ ഇബ്രാഹിം കുട്ടി ആലിയാസ് കുഞ്ഞ്, ഷെരീഫ് എന്ന് പറയുന്ന ഇവർ 2 പേരും. ഈ ഇബ്രാഹിം കുട്ടി കാടാമ്പുഴയുള്ളതാണ്. രണ്ടത്താണി സ്വദേശി ഷെരീഫ് എന്ന മാനു, കാടാമ്പുഴ സ്വദേശി ഇബ്രാഹിം കുട്ടി, കോട്ടക്കൽ കരിപ്പാലിൽ ഷെരീഫ് എന്നിവരാണ് പിടിയിലായത്. പൊന്നാനി CI D രാധാകൃഷ്ണപിള്ള, ചങ്ങരംകുളം SI ശശീന്ദ്രൻ മേലയിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കഞ്ചാവ് കടത്ത് സംഘത്തെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതായി SFIയുടെ പരാതി. കഴിഞ്ഞ ദിവസം SFI പ്രവർത്തകരെ കോളേജ് യൂണിയൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 2 SFI പ്രവർത്തകർ ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മാരകായുധങ്ങൾ ഉപയോഗിച്ച് കോളേജ് യൂണിയൻ ഭാരവാഹികൾ SFI പ്രവർത്തകർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. ഇൻഡിപെൻഡൻസ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി യൂണിയൻ ഭരിക്കുന്നത്. വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ SFI സജീവമായി ഇടപെട്ടു തുടങ്ങിയതിനെ തുടർന്ന് SFI പ്രവർത്തകരെ നിരവധി തവണ യൂണിയൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ആക്രമണം നടന്നതെന്നും ഇൻഡിപെൻഡൻസ് പ്രവർത്തകർക്കും കോളേജ് യൂണിയനും തീവ്രവാദ സംഘടനകളുടെ സഹായം ലഭിക്കുന്നതായി സംശയമുണ്ടെന്നും SFI പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പുറമേ നിന്നുള്ള തീവ്രവാദ സ്വഭാവമുള്ള പല സപ്പോർട്ടുകളും അവർക്ക് ആയുധങ്ങൾ എത്തുന്നുണ്ട്, അവർക്ക് പണം എത്തുന്നുണ്ട്. ഇത്രയും സപ്പോർട്ടോട് അവർക്ക് രാഷ്ട്രീയ പിൻബലം വരുന്നുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളെ കള്ളക്കേസിൽ കുടുക്കി അവരെ ജയിലിൽ അടച്ചുകൊണ്ടിരിക്കുകയാണ്. കോളേജിനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഘടനയ്ക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായ പിൻബലം അവർക്ക് എവിടുന്നോ കിട്ടുന്നുണ്ട്. ഇതൊക്കെ സമയാസമയങ്ങളിൽ അന്വേഷിച്ചിരുന്നെങ്കിൽ ഇതുപോലെ വിദ്യാർത്ഥികൾക്ക്, മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 3ാം വർഷ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിനിടെ പരീക്ഷാ ഹാളിന് പുറത്തുവെച്ച് മാരകായുധങ്ങളുമായി നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റ SFI പ്രവർത്തകർ ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ SFI പ്രവർത്തകർക്കെതിരെ കള്ളക്കേസെടുത്ത് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം SFI DYFI പ്രവർത്തകർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ 2 ഇൻഡിപെൻഡൻസ് പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അക്രമ സംഭവങ്ങളിൽ നേരിട്ട് പങ്കെടുത്ത യൂണിയൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഒളിവിലാണ്. മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവിയുടെ നേതൃത്വത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിലെ സമാധാനാന്തരീക്ഷം തകർത്തവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ വിദ്യാർത്ഥികളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് SFIയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചെന്നൈ മെട്രോ ട്രെയിൻ യാത്രയ്ക്കിടെ DMK നേതാവ് MK സ്റ്റാലിൻ സഹയാത്രികനെ മർദ്ദിച്ചു. പ്രകോപനമില്ലാതെയാണ് സ്റ്റാലിൻ യാത്രക്കാരനെ മർദ്ദിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. സംഭവത്തിന്റെ വീഡിയോ പുറത്തുവന്നു. ചെന്നൈ മെട്രോ ട്രെയിൻ യാത്രയ്ക്കിടെ DMK നേതാവ് MK സ്റ്റാലിൻ സഹയാത്രികനെ മർദ്ദിക്കുകയായിരുന്നു. പ്രകോപനമില്ലാതെയാണ് സ്റ്റാലിൻ യാത്രക്കാരനെ മർദ്ദിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. മുതിർന്ന DMK നേതാക്കളുടെ സമീപത്തു നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞുകൊണ്ടാണ് സ്റ്റാലിൻ പാർട്ടി പ്രവർത്തകൻ കൂടിയായ യുവാവിന്റെ മുഖത്ത് മർദ്ദിച്ചത്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്.
സ്റ്റാലിന്റെ നടപടിക്കെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത രംഗത്തെത്തി. ഒരു MLAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട സമീപനമല്ല സ്റ്റാലിന്റേതെന്നും പൊതുസ്ഥലങ്ങളിൽ എല്ലാവരും തുല്യരാണെന്നും ജയലളിത പറഞ്ഞു. മെട്രോ ട്രെയിനിൽ സ്റ്റാലിന് പ്രത്യേക പരിഗണന നൽകാൻ സാധിക്കില്ലെന്നും ജയലളിത വ്യക്തമാക്കി. അതേസമയം സ്റ്റാലിൻ യുവാവിനെ തല്ലിയിട്ടില്ലെന്നും വനിതാ യാത്രക്കാരുടെ സമീപത്തു നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു. തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്ത മെട്രോയിൽ യാത്ര ചെയ്യാൻ സ്റ്റാലിനൊപ്പം വിജയകാന്തുമുണ്ടായിരുന്നു. കോയമ്പേട്ടിൽ നിന്ന് ആലന്തൂർ വരെയുള്ള 10 കിലോമീറ്റർ പാതയുടെ ഉദ്ഘാടനമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ന്യൂസ് ഡെസ്ക്. റോബോട്ട് മനുഷ്യനെ കൊലപ്പെടുത്തിയെന്ന് പരാതി. ജർമ്മനിയിലെ വോക്സ് വാഗണിന്റെ നിർമ്മാണ യൂണിറ്റിലാണ് കൊലപാതകം നടന്നത്. വിഷയത്തിൽ അന്വേഷണം നടക്കുന്നതിനാൽ സംഭവത്തിന്റെ വിശദാംശങ്ങൾ കമ്പനി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. റോബോട്ട് മനുഷ്യനെ തല്ലിക്കൊന്നു. സിനിമയുടെ കഥയാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. യഥാർത്ഥ സംഭവമാണ്. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് 100 കിലോമീറ്റർ വടക്ക് വോക്സ് വാഗണിന്റെ ജർമ്മനിയിലെ നിർമ്മാണ യൂണിറ്റിൽ തിങ്കളാഴ്ചയാണ് കൊലപാതകം നടന്നത്. റോബോട്ടിനെ പ്രവർത്തന സജ്ജമാക്കിക്കൊണ്ടിരിക്കെ ഫോക്സ് വാഗൺ പ്ലാന്റിലെ ജീവനക്കാരനായ യുവാവിന്റെ കഴുത്തിന് മുറുകെ പിടിച്ച റോബോട്ട് മെറ്റൽ പ്ലേറ്റിലടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണമടഞ്ഞു. യുവാവിന്റെ പേര് കമ്പനി പുറത്തുവിട്ടിട്ടില്ല. 22 വയസ്സ് പ്രായമുള്ള യുവാവാണ് കൊല്ലപ്പെട്ടതെന്ന് മാത്രമാണ് വിവരം. അസംബ്ലിംഗ് വിഭാഗത്തിലെ ജോലികൾ ചെയ്യാനാണ് റോബോട്ടിനെ നിയോഗിച്ചിരുന്നത്. സംഭവം നടക്കുമ്പോൾ കൊല്ലപ്പെട്ട യുവാവിനൊപ്പം മറ്റൊരാൾ കൂടി സംഭവസ്ഥലത്തുണ്ടായിരുന്നെങ്കിലും ഇയാൾ രക്ഷപ്പെട്ടു. വിഷയത്തിൽ അന്വേഷണം നടക്കുന്നതിനാൽ സംഭവത്തിന്റെ വിശദാംശങ്ങൾ കമ്പനി പുറത്തുവിട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക്. വനിതാ ജഡ്ജിയെ അപമാനിച്ച ജഡ്ജിക്ക് സസ്പെൻഷൻ. ഒപ്പം താമസിക്കാനായി തന്നെ സ്വകാര്യ റിസോർട്ടിലേക്ക് ക്ഷണിച്ചെന്നാണ് വനിതാ ജഡ്ജിയുടെ പരാതി. കോൺഫറൻസിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് അപമാനിക്കാൻ ശ്രമം നടന്നത്. കോൺഫറൻസിനിടെ വനിതാ ജഡ്ജിയെ അപമാനിച്ച ജഡ്ജിക്കാണ് സസ്പെൻഷൻ ലഭ്യമായത്. ഹിമാചൽ പ്രദേശിലെ സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജിയും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാണ് നടപടിക്ക് വിധേയനായത്. വനിതാ ജഡ്ജിയുടെ പരാതിയെ തുടർന്ന് ഹിമാചൽ പ്രദേശ് ചീഫ് ജസ്റ്റിസ് അഹമ്മദ് മിറാണ് നടപടിയെടുത്തത്. ഒപ്പം താമസിക്കാനായി തന്നെ സ്വകാര്യ റിസോർട്ടിലേക്ക് ക്ഷണിച്ചെന്നാണ് വനിതാ ജഡ്ജിയുടെ പരാതി. ജൂൺ 11 മുതൽ 13 വരെ നടന്ന കോൺഫറൻസിന് മുന്നോടിയായി മണാലിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് അപമാനിക്കാൻ ശ്രമമുണ്ടായതെന്നാണ് വനിതാ ജഡ്ജിയുടെ പരാതി. സംഭവത്തെക്കുറിച്ച് 2 മാസത്തിനകം വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നും ജസ്റ്റിസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസും വിവിധ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും മുതിർന്ന ജഡ്ജിമാരും പങ്കെടുത്ത കോൺഫറൻസിലാണ് സംഭവം. മണാലിയിലെ ഹോട്ടൽ അംബാസിഡറിലായിരുന്നു കോൺഫറൻസ്. മയക്കുമരുന്നുകളുടെ രാജ്യത്തെ വ്യാപനമുയർത്തുന്ന വെല്ലുവിളികളും അത് പരിഹരിക്കാനുള്ള നിയമപരമായ വഴികളുമായിരുന്നു ചർച്ചാ വിഷയം. ഹിമാചൽ മുഖ്യമന്ത്രി വീർഭദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്ത കോൺഫറൻസിൽ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജഗത് പ്രകാശ് നദ്ദയും പങ്കെടുത്തിരുന്നു. കോൺഫറൻസിന്റെ മുന്നോടിയായി ചില ജഡ്ജിമാരോട് ജൂൺ 8 മണാലിയിൽ എത്താനും ആവശ്യപ്പെട്ടിരുന്നു. പരാതിക്കാരിയും ആരോപണ വിധേയനും ഇതുപ്രകാരം മണാലിയിൽ എത്തിയപ്പോഴാണ് സംഭവം. ന്യൂസ് ഡെസ്ക്. കുവൈറ്റിലേക്ക് പോകുന്നതിനുള്ള ആരോഗ്യ പരിശോധനകൾക്കും വിസ സ്റ്റാമ്പിങ്ങിനുമായി മുംബൈയിലെത്തിയ മലയാളികൾ ദുരിതങ്ങൾ തുടർക്കഥയാകുന്നു. പരിശോധനകൾക്കും സർട്ടിഫിക്കറ്റുകൾക്കുമായി മുംബൈയിൽ ദിവസങ്ങളോളം തങ്ങേണ്ട സ്ഥിതിയിലാണ് ഇവർ. വേണ്ട നടപടികൾ ഉടൻ സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. കുവൈറ്റിലേക്ക് വിസിറ്റിംഗ് വിസയിലും ജോലിക്കുമായി പോകുന്നവർക്കുള്ള അമിത ഫീസ് ഈടാക്കുന്നുവെന്ന് പരക്കെ പരാതി. മെഡിക്കൽ പരിശോധനയ്ക്ക് 7 ഇരട്ടിയോളം ഫീസ് ഈടാക്കിയ പ്രശ്നത്തിന് പിന്നാലെയാണ് വിസ സ്റ്റാമ്പിങ്ങിനായി കോൺസുലേറ്റ് നിയോഗിച്ച സ്വകാര്യ ഏജൻസിക്കെതിരെ ഉദ്യോഗാർത്ഥികളുടെയും റിക്രൂട്ട്മെന്റ് അസോസിയേഷന്റെയും പ്രതിഷേധം ശക്തമാകുന്നത്. ഞാൻ ഇന്ന് വന്നിട്ട് 6 ദിവസം ഇന്ന് വരെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഇന്ന് തരാം നാളെ തരാമെന്ന് പറയുന്നേ ഉള്ളൂ. ഇത് ഞാൻ മാത്രമല്ല, ഇവിടെ എത്ര ലക്ഷം പേരവിടെ വന്നിട്ട് പോകുന്ന ദിവസവും അവർക്കുള്ള പരിതാപക്കാക്കാൻ നോർക്കയോ ഗവൺമെൻറ്റോ മഹാരാഷ്ട്ര ഗവൺമെൻറ്റോ ആരുമില്ല. അതാണ്ട് ഞാൻ നിങ്ങൾ പ്രൂഫ് കാണിക്കാം. അതായത് നോക്കൂ, കിട്ടിയ പൈസയുടെയാണ്. ലോകത്ത് 14% ടാക്സ് ഉള്ള രാജ്യം ഏതാ? 14% ടാക്സ് ഇടുന്ന രാജ്യം ഏതാ? നിങ്ങൾ കാണിക്കത് പറയട്ടെ. ഈ ടാക്സ് ആക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിനോ? ആർക്കാ അതിന് ഉത്തരവാദിത്വം? ഞങ്ങളെ പൈസയ്ക്ക് ആരേക്കും? ഇന്ന് മുതൽ 3400 രൂപ മതി മെഡിക്കലിന്. എങ്ങനെ ഇത്ര വ്യത്യാസം വന്നേ? ആരാ പൈസ തന്നെ? ഞങ്ങളെ ഗവൺമെൻറ് തുറന്നും പറയണം. അമിത ഫീസ് ഈടാക്കിയതിനെ തുടർന്ന് കഴിഞ്ഞ മെയ് 18 എമിഗ്രേഷൻ അധികൃതർ ഏജൻസിയുടെ കൊച്ചിയിലെ ഓഫീസ് പൂട്ടിച്ചതിനെ തുടർന്നാണ് ഏജൻസി പ്രവർത്തനം മുംബൈയിലേക്ക് മാറ്റിയത്. എന്നാൽ മുംബൈയിലെത്തിയ ഇവരുടെ കഥകൾ ദയനീയമായിരുന്നു. റൂമിന് കാശില്ലാതെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കഴിയുന്നൊരവസ്ഥയിലാണ് കഴിയുന്നത്. അതാണ് അവസ്ഥ. ഇനി ഒരെണ്ണം കിട്ടാനുണ്ട്. നാളെ ആട്ടം എന്ന് അവർ പറയും. ദിവസവും നാളെ ആട്ടം. ഇതുപോലെ ഇവിടെ വരും, വൈകുന്നേരം 5 മണി വരെ ഇവിടെ കിടക്കും, വീണ്ടും പോകും, പിന്നെ നാളെ വാ എന്ന് പറയുമ്പോൾ വീണ്ടും രാവിലെ ഇവിടെ വരും, തിരിച്ചു വീണ്ടും പോയി റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. തോന്നിയ ഫീസും തോന്നിയാസം നിറഞ്ഞ പെരുമാറ്റവും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും പരിചയമില്ലാത്ത നഗരത്തിൽ ആരോട് പരാതി പറയുമെന്ന അങ്കലാപ്പിലാണ് തങ്ങളെന്നും ഇവർ പരിതപിക്കുന്നു. 2-3 ദിവസമായി ഞങ്ങൾ ഇവിടെ വന്നിട്ട് റിസൾട്ട് ഇന്ന് തരാം നാളെ തരാമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഉള്ളിൽ പോയിട്ട് എൻക്വയറിക്ക് നടത്താൻ ഇവിടെ മഹാരാഷ്ട്ര തനി ഗുണ്ടകളാണ് ഞങ്ങൾ മുന്നിൽ പാൻ മസാല പോലെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ അങ്ങോട്ട് കൈപ്പെരുമ കാണിക്കുകയാണ്.
4 ദിവസമായി. ഈ ഉള്ളിൽ കയറി ചോദിക്കാൻ പറയുമ്പോൾ ഗുണ്ടകൾ സമ്മതിക്കണല്ലോ, വിടണല്ലോ. അവന്മാർ വളരെ അപമര്യാദയായിട്ട് പെരുമാറണത്. ഇത് ഏത് ഗവൺമെൻറ്റാണ് ഇത്? ആരുടെ പറയണത്? മഹാരാഷ്ട്ര ഗവൺമെൻറ് എടുത്ത കേരള ഗവൺമെൻറ് എടുത്താൽ പറയേണ്ടത്? പരിശോധനകൾക്കും സർട്ടിഫിക്കറ്റുകൾക്കുമായി മുംബൈയിൽ ദിവസങ്ങളോളം തങ്ങേണ്ടി വരുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണണമെന്നും വേണ്ട നടപടികൾ ഉടൻ സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. ബൗൺസർമാർ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബോസിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്, ഇവിടുത്തെ പാവങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയല്ല. പെണ്ണുങ്ങളുടെ മേലെ കൈവെക്കുക, പെണ്ണുങ്ങളെ ഭീഷണിപ്പെടുത്തുക, ഈ രീതിയിൽ ഇവർ കാണിച്ചത് ഒരിക്കലും ഞങ്ങൾ ക്ഷമിക്കില്ല. ഈ കേസ് ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. വയനാട്ടിൽ ബഹുനില കെട്ടിടങ്ങളുടെ നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടറുടെ ഉത്തരവ്. വയനാടിന്റെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളും പ്രകൃതിക്ഷോഭങ്ങൾക്കുള്ള സാധ്യതയും കണക്കിലെടുത്താണ് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ ഉത്തരവ് പുറത്തിറക്കിയത്. നേപ്പാൾ, പൂനെ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ലക്കിടി മേഖലയിൽ 2 നിലയ്ക്കപ്പുറമുള്ള കെട്ടിടങ്ങൾ പാടില്ല. നഗരസഭയിൽ 5ഉം മറ്റുള്ളിടത്ത് 3 നിലകൾക്കുമാണ് അനുമതി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നിർമ്മാണാനുമതി ലഭിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾക്കും ഉത്തരവ് ബാധകമാണ്. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങളുടെ ഉയരപരിധി കടന്നിട്ടുണ്ടെങ്കിൽ നിർമ്മാണം നിർത്തിവെക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. വ്യവസ്ഥകൾ സംബന്ധിച്ച പൊതുജനങ്ങളുടെയും നിർമ്മാതാക്കളുടെയും തർക്കവും പരാതികളും പരിശോധിക്കാൻ ADMന്റെ അധ്യക്ഷതയിൽ കോർ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. ഡിസ്ട്രിക്ട് കളക്ടർ കേശവേന്ദ്രകുമാർ IAS ഇതില്ലെങ്കിൽ നമുക്ക് 5-10 വർഷത്തിന് ഒരു നല്ല ടൂറിസം മേഖലയുള്ള ഡിസ്ട്രിക്റ്റാണ്. അതിൽ ഭംഗിയെല്ലാം നശിച്ചിട്ട് പോകും. ക്ലൈമറ്റ് ചേഞ്ച് ഓൾറെഡി എങ്കിൽ വളരെയധികം ചൂട് ബാക്കിയെല്ലാം അനുഭവിക്കുന്നുണ്ട്. പരിസ്ഥിതിലോല മേഖലകളുടെ സംരക്ഷണത്തിനായി അധികാരികൾ കൈക്കൊള്ളേണ്ട നടപടികളെക്കുറിച്ചുള്ള സുപ്രീം കോടതി, ഹൈക്കോടതി നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ജില്ലയിൽ ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിലും സമാന ആവശ്യങ്ങളും ഉയർന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരമുള്ള ഉത്തരവ്. ന്യൂസ് ബ്യൂറോ, വയനാട്. മുല്ലപ്പെരിയാർ ഡാമിന് സുരക്ഷയ്ക്ക് CASF വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ. സുരക്ഷയ്ക്ക് കേന്ദ്രസേന വേണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ കേരളത്തിന്റെ അധികാര പരിധിയിൽ വരുന്നതാണെന്നും വ്യക്തമാക്കി കേന്ദ്രം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്ന കേരള പോലീസ് വിവേചനപരമായി പെരുമാറുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കേന്ദ്രസേന ആവശ്യവുമായി തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചത്. CSFന് ഡാമിന്റെ സുരക്ഷ കൈമാറണമെന്നായിരുന്നു പ്രധാന ആവശ്യം. ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. തമിഴ്നാടിന്റെ ആവശ്യം പൂർണ്ണമായും കേന്ദ്ര സർക്കാർ തള്ളി. ക്രമസമാധാന പാലനം അതാത് സംസ്ഥാന സർക്കാരുകളുടെ ചുമതലയാണ്. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ ഡാമിന്റെ സുരക്ഷ കേരളത്തിന്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്ന് വ്യക്തമാക്കിയാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. കേരളത്തിനുള്ളിൽ നിൽക്കുന്ന അണക്കെട്ടിന്റെ സുരക്ഷ സംസ്ഥാനത്തിന്റെ ചുമതലയാണെന്ന് കാണിച്ച് നേരത്തെ കേരളം സുപ്രീം കോടതിയിൽ വാദം ഉന്നയിച്ചിരുന്നു. ഇത് പൂർണ്ണമായും അനുകൂലിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രവും രംഗത്ത് വന്നിരിക്കുന്നത്. കേരള പോലീസും വനം വകുപ്പും നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സുരക്ഷ തൃപ്തികരമാണ്. അതിനാൽ കേരളം ആവശ്യപ്പെടാതെ സേനയെ വിന്യസിക്കാനാകില്ലെന്നും കേന്ദ്രം പറയുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സോളാർ കേസിലെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ജയിൽ ജീവനക്കാരൻ ശ്രീരാമനെ സസ്പെൻഡ് ചെയ്യാൻ നീക്കം. കേസിൽ സരിതയുടെ മൊഴിമാറ്റം നീക്കം നടന്നതായി ശ്രീരാമൻ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. സോളാർ കേസിലെ പ്രതി സരിത S. നായരുടെ മൊഴിമാറ്റാൻ നടന്ന ഉന്നതതല ഗൂഢാലോചന വെളിപ്പെടുത്തിയ ജയിൽ ജീവനക്കാരനായ ശ്രീരാമന്റെ നടപടി അച്ചടക്ക ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ നീക്കം നടക്കുന്നത്. ശ്രീരാമന് ജയിൽ IG ഗോപകുമാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. കണ്ണൂർ ജയിൽ സൂപ്രണ്ട് അശോകൻ അരിപ്പ വഴിയാണ് ശ്രീരാമന് നോട്ടീസ് നൽകിയത്. 3 ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് ആവശ്യം. 3 ദിവസം കൂടി സമയം അനുവദിക്കണമെന്ന ശ്രീരാമന്റെ അപേക്ഷ IG ഗോപകുമാർ തള്ളി. ശ്രീരാമൻ പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനെന്ന റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കണ്ണൂർ ജയിൽ സൂപ്രണ്ടിനോട് ജയിൽ IG ആവശ്യപ്പെട്ടു. സോളാർ കേസിലെ പ്രതി സരിത S. നായരുടെ മൊഴിമാറ്റാൻ നടന്ന ഉന്നതതല ഗൂഢാലോചനയുടെ വിശദാംശങ്ങളായിരുന്നു ശ്രീരാമൻ വെളിപ്പെടുത്തിയത്. അന്നത്തെ ജയിൽ DIG ഗോപകുമാറിന്റെയും ജയിൽ സൂപ്രണ്ട് നസീറ ബീവിയുടെയും പങ്കും ശ്രീരാമൻ വെളിപ്പെടുത്തിയിരുന്നു. ശ്രീരാമന്റെ വെളിപ്പെടുത്തൽ ഗോപകുമാറും ജയിൽ DGP ആയിരുന്ന അലക്സാണ്ടർ ജേക്കബും ശരിവെച്ചിരുന്നു. മൊഴിമാറ്റാൻ ഗൂഢാലോചന നടന്ന കാലത്ത് അട്ടക്കുളങ്ങര വനിതാ സബ് ജയിലിലെ ജീവനക്കാരനായിരുന്നു ശ്രീരാമൻ. DIG ഗോപകുമാറിന്റെയും ജയിൽ സൂപ്രണ്ട് നസീറ ബീവിയുടെയും നിയമവിരുദ്ധമായ ഇടപെടലിനെ ശ്രീരാമൻ എതിർത്തിരുന്നു. ഇതേ തുടർന്ന് 2 വർഷം മുമ്പ് ശ്രീരാമനെ ചീമേനി തുറന്ന ജയിലിലേക്ക് സ്ഥലം മാറ്റി. കൊല്ലം സ്വദേശിയായ ശ്രീരാമൻ നാട്ടിനടുത്തേക്ക് പല പ്രാവശ്യം സ്ഥലം മാറ്റത്തിന് അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും ജയിൽ വകുപ്പ് നിരാകരിക്കുകയായിരുന്നു. NV ബാലകൃഷ്ണൻ, തിരുവനന്തപുരം. കൊല്ലം കൊട്ടിയം ESI ആശുപത്രിയിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമാണ്. പാവപ്പെട്ട രോഗികൾ കടന്നുവരുന്ന വഴിയിൽ ബിയർ ബോട്ടിലുകൾ പൊട്ടിച്ചിടുന്നു. ആശുപത്രി ക്വാർട്ടേഴ്സിലെ അനധികൃത താമസം ഒഴിപ്പിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ചന്ദനമരവും ഫർണിച്ചറുകളും കടത്തിയെന്ന് കള്ളപ്പരാതിയും നൽകി. കൊല്ലം
കൊട്ടിയത്തെ ESI ആശുപത്രിയിൽ എത്തുന്നവരെ വരവേൽക്കുന്നത് കുപ്പിച്ചില്ലുകൾ. സമീപത്തെ മദ്യവിൽപ്പനശാലയിൽ നിന്ന് മദ്യം വാങ്ങുന്നവർ ആശുപത്രി പരിസരം ബാറാക്കുന്നതായാണ് പരാതി. സാമൂഹ്യ വിരുദ്ധ ശല്യം മൂലം ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലായി. അതേസമയം ഇതുമാത്രമല്ല പ്രശ്നങ്ങൾ. ക്വാർട്ടേഴ്സിലെ അനധികൃത താമസം ഒഴിപ്പിക്കാൻ ശ്രമിച്ചതിനെതിരെ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും കള്ളക്കേസിൽ കുടുക്കുവാനും പലതവണ ശ്രമം നടന്നു. ആദ്യം തകർന്ന ഫർണിച്ചറുകൾ മോഷ്ടിച്ചെന്നായിരുന്നു പരാതി. രണ്ടാമത് ആശുപത്രി വളപ്പിലെ ചന്ദനമരം കടത്തിയെന്ന് പരാതി നൽകി. ഈ കാണുന്നതാണ് കടത്തിയെന്ന് പറയുന്ന ചന്ദനമരം. പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു. ഇതാണ് ന്യൂസിലും ഒക്കെ വന്ന ചന്ദനമരം, കടത്തിക്കൊണ്ടുപോയ ചന്ദനമരം എന്ന് പറയുന്നത്. മരം ഇപ്പോഴും ഇവിടെ തന്നെ നിൽപ്പുണ്ട്. പിന്നെ ഏത് ചന്ദനമരമാണെന്ന് പോയെന്ന് എനിക്കറിയത്തില്ല. ഈ കോമ്പൗണ്ടിൽ ആകെ ഈ ഒരു ചന്ദനമരമേ ഉള്ളൂ. അപ്പം ഇതിനെതിരെ ഞാൻ എൻ്റെ പേപ്പറുകളൊക്കെ എഴുതിയതാണ്. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ചോദിച്ചുകൊണ്ട് എന്ത് നടപടിയെടുത്തെന്നും പറഞ്ഞ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പേരിൽ. ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ അനധികൃതമായിട്ട് താമസിക്കുന്ന കോട്ടേഴ്സിൽ താമസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്കെതിരെ വെക്കേറ്റ് ചെയ്യാനായിട്ടുള്ള നോട്ടീസുകളും മെമ്മോകളും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പം ആ നടപടിയിൽ നിന്ന് നമ്മുടെ ഒന്ന് ശ്രദ്ധ വേർതിരിക്കാനായിട്ടുള്ള നടപടികളായിട്ടാണ് എനിക്കിത് തോന്നിയത്. ആശുപത്രിയോട് ചേർന്നുള്ള 20 ക്വാർട്ടേഴ്സുകളിൽ 10 എണ്ണം തകർന്ന് കാടുകയറിയ നിലയിലാണ്. ബാക്കി 10 എണ്ണത്തിൽ 3 എണ്ണത്തിൽ അനധികൃത താമസവും. ഇവരെ നോട്ടീസ് നൽകി ഒഴിപ്പിക്കാൻ ശ്രമിച്ചതോടെ കള്ള പരാതികളും ഭീഷണിയും പതിവായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.